ഹായ് ഫ്രണ്ട്സ്, രാജീസ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കണ്ടോ, ചിക്കൻ്റെ പാർട്സ്. അതായത് കക്കാമ്പലം നമ്മളൊക്കെ പറയും മൂവാറ്റൂർ സൈഡിലേക്ക്, കോട്ടയം സൈഡിലേക്ക് മാങ്ങാണ്ടിയോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഓണമൊക്കെ ആയിക്കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ഈ നോൺ വെജ് ഒക്കെ ആയിട്ട് വരുന്നതെന്ന്. നമ്മൾ പ്രവാസികൾക്ക് എന്ത് ഓണം, അപ്പം കിട്ടുന്നത് ഡെയിലി ഉണ്ടാക്കി കഴിക്കുക, അത്ര തന്നെ. ഡ്യൂട്ടിക്ക് പോവുക, തിരിച്ച് വരിക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ ഒരു 3 ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ. അത് വലിയ കഷ്ണമൊന്നുമല്ല, ചെറുതാണ്. അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി, അത് രണ്ടായിട്ട് കീറിയിട്ടിരിക്കുന്നതാണ്. ഒരു 5-8 ചെറിയ ഉള്ളി, അതുപോലെ 4 പച്ചമുളക് വലിയ എരിവുള്ളതൊന്നുമല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് എടുത്ത് ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് അതിനകത്തേക്ക് കക്കാമ്പലിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കൂടുതൽ ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കുരുമുളക് പൊടി പൊടിച്ചത് ഇവിടുന്ന് മേടിച്ചതാണ് കേട്ടോ. തൊണ്ടയ്ക്ക് എന്തോ ഒരു കരകരപ്പ്. അപ്പം പിന്നെ ഞാൻ കറിവേപ്പില, അതുപോലെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഒന്നുകൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ പാർട്സ് അല്ല ശരിക്കും മേടിച്ചത്. എനിക്ക് ലിവർ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ്റെ. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ലിവറാണെന്നും പറഞ്ഞ് സത്യത്തിൽ മേടിച്ചതായിരുന്നു. ഇവിടെ ഫ്രീസറിൽ കിട്ടും ഇങ്ങനെ ചെറിയ പാക്കറ്റിലായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചതാണ്, പക്ഷേ മാറിപ്പോയി ഗായ്സ്. എനിവേ കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുക്കറിലിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഒരു പാനിനകത്ത് എണ്ണ ഒഴിക്കാം, നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനുള്ള സവാള ഞാനൊരു 2.5 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്പം പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് വന്ന ഇഞ്ചിയും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയെല്ലാം ചതച്ച് വെച്ചിരുന്നില്ലേ, അതുകൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരേക്കും നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ പ്രവാസി ആയിക്കൊണ്ട് എന്തോണം, എന്നാൽ ഇവിടെയൊക്കെ ഓണം ആഘോഷിക്കുന്നവരും ഉണ്ട് കേട്ടോ. എല്ലാവരും മറ്റുമില്ല, പിന്നെ നമ്മളെപ്പോലെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരൊക്കെ അങ്ങനെയൊന്നും ഒരുപാട് ആഘോഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഞങ്ങളും ഫാമിലിയായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഓണമൊക്കെ ആഘോഷിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു ഓർമ്മകളായിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അങ്ങനെ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഡ്യൂട്ടിക്ക് പോവുക, റൂമിൽ വരിക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സവാള ഒരുപാട് വഴറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാവേ. വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ, തക്കാളിയൊക്കെ ഒന്ന് അലുത്ത് വരുന്ന വരേക്കും നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു അര ടീസ്പൂണാണ് കേട്ടോ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ചിരിക്കുന്നത്, ഞാൻ മുന്നേ ചേർത്ത് അത്യാവശ്യം ഏറെ മസാലകൾ ചേർത്തിട്ടാണ് കുക്കറിൽ വേവിക്കാൻ വെച്ചത്. അതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ മസാലയൊന്നും നമ്മൾ സവാളയ്ക്കകത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വെന്ത് വെച്ചത് ഞാനെടുത്ത് ഈ സവാളയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് കണ്ടോ, ഏകദേശം നമ്മുടെ കക്കാമ്പലൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് വീണ്ടും നല്ലവണ്ണം ഒന്ന് അത് കുറച്ചുകൂടെ ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റി വരുന്ന വരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ശരിക്കും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതൊന്നും കാണിക്കാൻ പറ്റാതെ വരുന്നത് കേട്ടോ.
ഇനി എനിക്കൊരു ട്രൈപോഡ് മേടിക്കണം ശരിക്കും. ഇതുണ്ട്, ഇപ്പം നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൊറോട്ടയൊക്കെ മേടിച്ച് കഴിക്കാനും അതുപോലെ ചോറിൻ്റെ കൂടെയും നല്ലതാണ് കേട്ടോ. പിന്നെ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങളെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയേക്കണേ. കാരണം നമ്മൾ തുടക്കക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഏറ്റവും വലുതാണ്. നമ്മൾ സെലിബ്രിറ്റിയോ അങ്ങനെ മറ്റൊന്നും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വേണം നമുക്ക് മുന്നോട്ട് വരാൻ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഏകദേശം അവസാനിപ്പിക്കാറായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.